തേടാൻ പറയുന്നു. എല്ലാ നിയമസഹായത്തിനും ശ്രമിച്ചു. ഇന്നലെ DYSP ഓഫീസിൽ പോയി, അവർ സഹായിച്ചില്ല. പോലീസിന്റെ സെല്ലി വിളിച്ചു, സഹായിച്ചില്ല. പിറവം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, അവർ സഹായിച്ചില്ല. അയാളെ ജസ്റ്റ് സനീഷിനെ വിളിച്ച് ഒന്ന് വിരട്ടി അവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ഇനി മേല ഞങ്ങളുടെ അടുത്ത് പ്രശ്നത്തിന് വരരുത് എന്ന് പറയാൻ പോലും ഒരു രീതിയിലും ഞങ്ങളെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ പറഞ്ഞ ആദ്യം പിറവം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ പറഞ്ഞ ഇത് പോലീസ് സ്റ്റേഷൻ, ഇത് സനീഷിന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയല്ല എന്നാ പറയുന്നത്. ഇത് വേറെ ഏതോ പോലീസ് സ്റ്റേഷൻ പരിധിയാണെന്നാ അവര് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും കേസുകൾ നടന്നത് ഇത് പിറവം പോലീസ് സ്റ്റേഷന്റെ പരിധിയില്ല. അപ്പൊ ഈ കേസ് നടക്കുന്നത് പിറവം പോലീസ് സ്റ്റേഷന്റെ പരിധിയില്ല. അപ്പൊ പരമാവധി ഇത് ഒഴിഞ്ഞു മാറുവാണ്. ഇത് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുമ്പോൾ എനിക്കറിയില്ല എന്നാ വരാൻ പോണേന്ന്. ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എനിക്കറിയില്ല ഇത് എന്നാ വരാൻ പോണെന്നോ എന്നാ സംഭവിക്കാൻ പോണെന്നോ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് ഇനി തുറന്നു പറയാൻ വേറെ മാർഗമില്ല. ഇനി ഇതിൽ കൂടുതലും മനസ്സിൽ നിന്ന് പോരാനുണ്ട്. പക്ഷേ എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ള ഒരു ധൈര്യമില്ല. ഞാൻ ആദ്യമായിട്ടാ ലൈവിൽ വന്നെ. എനിക്ക് ഇതിൽ കൂടുതൽ പറയാനായിട്ട് പറ്റണില്ല. എന്റെ അമ്മ ജീവിതം കൊടുക്കാൻ നിൽക്കണു, ഇപ്പൊ ഒരു ഭാര്യ ജീവിതം കൊടുക്കാൻ നിൽക്കണു. ഇത് എന്തുകൊണ്ട് ഒരു നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല? കോടതിയും നിയമമൊക്കെ വെറുതെയാണോ? ഈ ലോകം വെറുതെയാണോ? ഇതന്നെ പൊളിറ്റിക്സ് മാത്രമാണോ ഇത് ജീവിതം? ഇതെന്താ ഇത്? പിറവത്ത് ചെല്ലുമ്പോൾ ഒരു കംപ്ലൈന്റ് ചെല്ലുമ്പോൾ ഇയാൾക്ക് രാഷ്ട്രീയ സപ്പോർട്ട് ഉണ്ടെന്നാ പറഞ്ഞേ. ഈ രാഷ്ട്രീയ സപ്പോർട്ട് മാത്രം വെച്ചിട്ടാണോ ഇത് ചെയ്യണേ? ഇത് രാഷ്ട്രീയ സപ്പോർട്ട് മാത്രം വെച്ചിട്ടാണോ ഒരാളെ ഹെൽപ്പ് ചെയ്യണേ? ഇത് നിങ്ങൾ ജനങ്ങളെ ഒന്ന് അറിയിക്കണം, ജനങ്ങളുടെ അടുത്തൊന്ന് മനസ്സിലാക്കണം. ഒരു കുട്ടിയുടെ ജീവിതം മൊത്തം ആ വ്യക്തി കാരണം നശിപ്പിച്ചു. ആ കുട്ടിയുടെ ജീവിതം മൊത്തം ഈ ഒരു വ്യക്തി കാരണം നശിപ്പിച്ചു. ഞങ്ങളിപ്പോ മരണത്തിന്റെ പിടിയിൽ നിൽക്കണു. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ഈ ലൈവ് വരുന്നത്. സ്വന്തം എന്റെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലൊക്കെ സെർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് രീതിയിൽ വളർന്നാന്നും ഏത് രീതിയിൽ പഠിച്ചതാന്നും എവിടെയൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളതും. പക്ഷേ ഇതേപോലെ ഒരു പീഡനം എന്റെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ ഒരു പീഡനം എന്റെ ലോകത്തും ജന്മത്തും ഒരു കുട്ടീനെ പീഡിപ്പിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ കാണാനും ഇടയാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാണാനും ഇടയാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കൊല്ലം ഒരു വീട്ടിലിട്ട് പീഡിപ്പിച്ചു, അത് കഴിഞ്ഞ് പിന്നെയും പീഡിപ്പിച്ചു, അത് കഴിഞ്ഞ് വേറെ പല കേസുകളും കിടക്കണു. ആ വ്യക്തി ഈ റോട്ടിൽ കൂടെ ചുമ്മാ സുഖമായിട്ട് നടക്കണു. അതെന്താ ഞങ്ങളെ പിന്നെയും ഞങ്ങളെ തട്ടം ചെയ്യണേ? പിന്നെ എന്തിനാ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണേ? ഇതിനൊരു തീരുമാനം ഈ കേരളത്തിന്റെ ജനം എനിക്ക് ഉണ്ടാക്കി തന്നെ. കേരളത്തിന്റെ ജനം ഇത് തിരിച്ചറിയണം. ഞങ്ങൾക്ക് ഇനി നിയമമില്ല, ഞങ്ങൾക്ക് ഇനി മരണം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇനി നിയമം എന്ന് പറഞ്ഞ ഒരു സാധനമേ ഇല്ല. കാരണം നിയമത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇതേപോലെ ഒരു ചരിത്രം ഈ ലോകത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ലൈവിൽ വന്ന് പറയണ കേട്ടിട്ടുണ്ടോ? ഇതേപോലെ ഒരു കാര്യങ്ങൾ, സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറയുമോ? എനിക്ക് പഠിപ്പോ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറയുമോ? പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന. ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാതന്ത്ര്യമില്ല. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ കേരളത്തിൽ നടക്കാൻ പറ്റുന്നില്ല. ഈ ബാക്കിയുള്ള ജനങ്ങളെല്ലാം ഇവിടെ ജീവിക്കണു. ഞങ്ങൾക്ക് നടക്കാൻ പറ്റുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്രയും ആപത്ത് സംഭവിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല നിയമമേ? എന്തെങ്കിലും നിങ്ങൾക്ക് റിയാക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഇനി ഈ മരണം മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. അത് മാത്രമേ ഞങ്ങൾക്കറിയൂ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി.